നമസ്കാരം കൂട്ടുകാരെ, ഐ+ ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ 18/9/2025 നടന്ന KTET കാറ്റഗറി 1 പാർട്ട് 1 മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മളിവിടെ നടത്തുന്നത്. ഐ+ന്റെ കുട്ടികളുടെ എക്സാമിന്റെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് നല്ല ഈസി ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നാണ് നമ്മുടെ കോഴ്സ് ഉപയോഗിച്ച് പഠിച്ച കുട്ടികളുടെ ഒരു ഫീഡ്ബാക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മുടെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഐ+ന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആൻസർ കീ ആണ് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. തെറ്റുണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. ഇൻ കേസ് നിങ്ങളുടെ ഒഫീഷ്യൽ ആൻസർ കീ വന്നിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. നമുക്ക് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു ആൻസർ കീയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? 3.7 cm is equal to 37 millimeter, 5.03 meter is equal to 503 centimeter, 9 meter equal 900 centimeter. ഇവിടെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. 7 kilometer is equal to 70,000 millimeter. ഇതാണ് ശരിയല്ലാത്ത തന്നിരിക്കുന്ന ഓപ്ഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 20ന്റെ 40% 50ന്റെ 30% കൂട്ടിക്കിട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത്? സംഖ്യയുടെ 50% ഏത് സംഖ്യയുടെ 50% ആണെന്നാണ് ചോദ്യം. നോക്കാം. ഉത്തരം ബി ആണ്. 46 എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 34ാമത്തെ ചോദ്യമാണ്. തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്ത ഓപ്ഷൻ ആണ് നോക്കേണ്ടത്. ശ്രദ്ധിക്കുക, ബോൾഡായിട്ട് തന്നിട്ടുമുണ്ട്. ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്ത, കൂട്ടത്തിൽ ശരിയല്ലാത്ത ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 35ാമത്തെ ചോദ്യം. 28,467 എന്ന സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര? അതാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ ബി 67 ആണ്. 67 ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 36ാമത്തെ ചോദ്യം നോക്കാം. നിദാന ശോധകം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഏത് മേഖലയിലാണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ആണുള്ളത്. അടുത്ത ക്ലാസ്സിലേക്കുള്ള സ്ഥാനക്കയറ്റം തീരുമാനിക്കുന്നതിനാണോ, മികവിനുള്ള സമ്മാനങ്ങൾ തീരുമാനിക്കുന്നതിനാണോ, പഠന നേട്ടങ്ങൾക്കുള്ള സ്കോറുകൾ നിർണ്ണയിക്കുന്നതിനാണോ, ഓപ്ഷൻ ഡി പഠനത്തിലുള്ള പ്രയാസങ്ങൾ കണ്ടെത്തുന്നതിനാണോ? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ക്രമത്തിൽ തുടർന്നാൽ അടുത്ത ചിത്രത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ടാകും? ഓപ്ഷൻ എ 25 ആണ് ഉത്തരമായിട്ട് വരുന്നത്. 38ാമത്തെ ചോദ്യം. ഗണിത പഠനത്തിൽ BALA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വിദ്യാലയത്തിലെ കെട്ടിടങ്ങൾ, ക്ലാസ് മുറി, ചുമരുകൾ, വാതിലുകൾ, ജനലുകൾ, ചുറ്റുപാടുകൾ, കോണിപ്പടി എന്നിവ ഗണിത പഠനത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് BALA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 39ാമത്തെ ചോദ്യം. മൂർത്തമായ ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുവായ നിഗമനത്തിൽ എത്തിച്ചേരുന്ന ഗണിത പഠന രീതി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആഗമന രീതിയാണ്. ഇൻഡ്യൂറ്റീവ് മെത്തേഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. 39ാമത്തെ ചോദ്യം. 40ാമത്തെ ചോദ്യം നോക്കാം. അധ്യാപക സഹായികളുടെ പ്രധാന ലക്ഷ്യം അല്ലാത്തത് എന്താണ്? ബോൾഡായിട്ടുള്ളത് ശ്രദ്ധിക്കുക. അല്ലാത്തവ ഏതാണെന്നാണ്. ഓപ്ഷൻ സി കുട്ടികൾക്ക് ഗ്രഹപാഠം നൽകുന്നതിന്. അതാണ് ഉത്തരമായിട്ട് വരുന്നത്. 40ാമത്തെ ചോദ്യം. 41ാമത്തെ ചോദ്യം നോക്കാം. 1 മില്യന് തുല്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ തുല്യമല്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 100 കോടിയാണ് ഉത്തരം. 42ാമത്തെ ചോദ്യം. പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗണിത പഠനത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാഠവിനിമയത്തിന് കൂടുതൽ സമയം ആവശ്യമാണ് എന്നതാണ് അതിന് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. അടുത്ത 43ാമത്തെ ചോദ്യം. അത് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നാണ് നമ്മളുടെ ഒരു കണ്ടെത്തൽ. 36 - 2 × 8 / 4. ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഉത്തരം വരുന്നത് 32 ആണ്.
ഉത്തരമായിട്ട് വരുന്നത്. എന്നാൽ ഓപ്ഷനകത്തിൽ ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ചിങ്ങിന് പോകാവുന്നതാണ്, തെറ്റായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് നമ്മുടെ ഒരു കണ്ടെത്തൽ. 44ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രൈമറി ക്ലാസ്സുകളിലെ ഗണിത പഠനത്തിലെ വിലയിരുത്തൽ മേഖലകളിൽ ഉൾപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞത് എല്ലാം, ഓൾ ഓഫ് ദി എബവ്, ഗണിത പഠന മേഖലയിലെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ടതാണ് പ്രൈമറി ക്ലാസ്സുകളിലെ. 45ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1/7 × 60 × 70 is equal to 90 into what into 20. ഈ ഒരു സംഖ്യ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ നമ്പർ ബി 1/3 ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത 46ാമത്തെ ചോദ്യം. 2 ലൈറ്റ് ഹൗസുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലാഷ് ലൈറ്റുകൾ യഥാക്രമം ഓരോ 30 മിനിറ്റിലും ഓരോ 40 മിനിറ്റിലും പ്രകാശിക്കുന്നു. കൃത്യം 8 മണിക്ക് അവ രണ്ടും ഒരുമിച്ച് പ്രകാശിച്ചുവെങ്കിൽ അവ രണ്ടും ഒരുമിച്ച് പ്രകാശിക്കുന്ന തൊട്ടടുത്ത സമയം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 10 മണിക്കായിരിക്കും. 47ാമത്തെ ചോദ്യം. ജനുവരി 5 ശനിയാഴ്ച ആയാൽ ആ മാസം എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടാവും? ഓപ്ഷൻ ബി 4 തിങ്കളാഴ്ചകളായിരിക്കും ഉണ്ടായിരിക്കുക. 48ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവരിൽ കേരളീയ ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ സി നീലകണ്ഠ സോമയാജി ആണ്. 49ാമത്തെ ചോദ്യം. തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 36 ആയാൽ ചെറിയ സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി 30 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 50ാമത്തെ ചോദ്യം. ജാമിതീയ പഠനത്തിനായി വാൻ ഹെയ്ലി നിർദ്ദേശിച്ച 5 ഘട്ടങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ സൂത്രവാക്യങ്ങൾ രൂപീകരിക്കലാണ്, ഫോർമേഷൻ ഓഫ് ഫോർമുലേ. 51ാമത്തെ ചോദ്യം. 2 വരകൾ പരസ്പരം മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകളിൽ ഒരു കോൺ മറ്റൊരു കോണിന്റെ പകുതിയാണ് എങ്കിൽ ആ കോണുകളുടെ അളവുകൾ എത്ര വീതമാണ്? ഓപ്ഷൻ എ 60 ഡിഗ്രി 120 ഡിഗ്രി ആണ്. 52ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വശങ്ങളുടെ നീളം 1.5 മീറ്റർ ആയ സമചതുരത്തിന്റെ പരപ്പളവ് അളവ് എത്രയായിരിക്കും? 2 ചതുരശ്ര മീറ്റർ ആയിരിക്കും. 53ാമത്തെ ചോദ്യം. 9 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിൽ ടീമുകൾ പരസ്പരം ഒരു തവണ മാത്രം മത്സരിച്ചാൽ ആകെ എത്ര മത്സരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക? ഓപ്ഷൻ ബി 36 ആണ്. സമയം 5.15 5:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയ്ക്കുള്ള കോണളവ് എത്ര ഡിഗ്രി ആണെന്നാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ നമ്പർ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 55ാമത്തെ ചോദ്യം കടക്കാം. 12 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവും 14 സെന്റിമീറ്റർ ചുറ്റളവും ഉള്ള ഒരു ചതുരത്തിന്റെ നീളവും വീതിയും ആകാൻ സാധ്യതയുള്ളത് ഏതാണ്? ഓപ്ഷൻ എ നീളം 4 സെന്റിമീറ്റർ, വീതി 3 സെന്റിമീറ്റർ എന്നതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം. 56ാമത്തെ ചോദ്യം. ഫിബനാച്ചി സീക്വൻസ് എന്നറിയപ്പെടുന്ന സംഖ്യാ ശ്രേണി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 57ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന ഗണിത പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? കേരളത്തിലെ വിവിധ ജില്ലകളിൽ കഴിഞ്ഞ 10 വർഷം ലഭിച്ച മഴയുടെ ശരാശരി കണ്ടെത്തി ഗ്രാഫിൽ ചിത്രീകരിക്കുക എന്നുള്ളതാണ് ആ ഒരു ഗണിത പ്രശ്നം. അതിന് ഏത് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിട്ടുള്ളത്? സി പ്രോജക്റ്റ് രീതി ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. 58ാമത്തെ ചോദ്യം നോക്കാം. ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 145.71 എന്ന കിട്ടി. സംഖ്യ ഏതായിരിക്കും? ഓപ്ഷൻ സി 16.19 ആണ് ഉത്തരമായിട്ട് വരുന്നത്. 59ാമത്തെ ചോദ്യം. അച്ഛന്റെ വയസ്സ് 50, മകന്റെ വയസ്സ് 18 എങ്കിൽ എത്ര വർഷം കഴിയുമ്പോൾ അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും? ഓപ്ഷൻ ഡി 14 ആണ് ഉത്തരമായിട്ട് വരുന്നത്. 60ാമത്തെ ചോദ്യം നോക്കാം. 24 കിലോഗ്രാം പഞ്ചസാര 7 പേർക്ക് തുല്യമായി വിധിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം വീതം പഞ്ചസാര ലഭിക്കും? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 60ാമത്തെ ചോദ്യം.
ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ മാത്തമാറ്റിക്സിന്റെ ഏരിയയിൽ വരുന്നത്. നിങ്ങൾക്ക് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. താങ്ക്